നമസ്കാരം, ഞാൻ ഡോക്ടർ ബിസ്മിതാസ് ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മുഖക്കുരുവിനെ കുറിച്ചാണ്. ഇതൊരിക്കലും ഒരു രോഗമായി കണക്കാക്കേണ്ട ആവശ്യമില്ല. മറ്റു പല രോഗങ്ങളുടെയും ലക്ഷണമാണ് മുഖക്കുരു എന്ന് പറയുന്നത്. സ്ത്രീയും പുരുഷനും ഒരുപോലെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണെങ്കിലും സ്ത്രീകളിലാണ് കൂടുതലായും ഈ പ്രശ്നം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. യൗവന കാലഘട്ടത്തിലാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത്. മുഖത്ത് കുരുക്കൾ ഉണ്ടാവുക എന്നത് തന്നെയാണ് ഇതിന്റെ ലക്ഷണം. മാനസികമായ സംഘർഷവും പോഷകാഹാരക്കുറവും ഹോർമോൺ തകരാറുകളും ചില കോസ്മെറ്റിക് പ്രോഡക്ട്സിന്റെ അമിതമായിട്ടുള്ള ഉപയോഗവുമെല്ലാം മുഖക്കുരു ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളാണ്. ഇതുകൂടാതെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന PCOS തുടങ്ങി ധാരാളം രോഗങ്ങളുടെ ലക്ഷണമായി മുഖക്കുരു കാണാറുണ്ട്. നമ്മുടെ ശരീരത്തിൽ ചർമ്മത്തിനടിയിലായി കാണപ്പെടുന്ന സെബേഷ്യസ് ഗ്ലാൻഡിൽ നിന്നും വരുന്ന സേബം എന്ന് പറയുന്ന ദ്രവം ശരീരത്തെ എണ്ണമയമുള്ളതാക്കി തീർക്കുന്നു. മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് മുഖത്ത് ഇതിന്റെ പ്രവർത്തനം കൂടുതലാണ്. ടീനേജ് പ്രായത്തിൽ ഇതിന്റെ പ്രവർത്തനം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് യൗവന സമയത്ത് മുഖക്കുരു കൂടുതലായിട്ട് കാണപ്പെടുന്നത്. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ മുഖക്കുരു വന്നു കഴിഞ്ഞാൽ അത് തിരുമുകയും പൊട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് പാടുകൾ കൂടുതലായി കാണപ്പെടുന്നത്. മുഖക്കുരു ഉള്ള എല്ലാവരും തന്നെ അത് പൊട്ടിക്കാതെ വളരെ മൃദുവായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ തണുത്ത വെള്ളത്തിൽ ഇടയ്ക്കിടയ്ക്ക് കഴുകുകയും വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യുക. അമിതമായിട്ടുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ എടുക്കാൻ ശ്രദ്ധിക്കുക. പോഷകാഹാരം കൂടുതലായി കഴിക്കുക. വെള്ളം ധാരാളം കുടിക്കുക. ഇതുകൂടാതെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നിശ്ചിത വ്യായാമം കൊടുക്കുന്നത് മുഖക്കുരുവിനെ തടയാൻ ഒരു പരിധിവരെ നിങ്ങളെ സഹായിക്കുന്നതാണ്. ദഹനക്കേടും മലബന്ധവും ഉണ്ടെങ്കിലും മുഖക്കുരു വരാനുള്ള സാധ്യതയുണ്ട്. അമിതമായി കൊഴുപ്പും മധുരവും അടങ്ങിയ ഫുഡ് കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മുഖക്കുരു ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഫാസ്റ്റ് ഫുഡിന്റെ റെഗുലർ ആയിട്ടുള്ള ഉപയോഗവും ഇതിന് കാരണമാണ്. സാധാരണഗതിയിൽ മുഖക്കുരു കണ്ടാൽ ഉടനെ തന്നെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഹോം റെമഡീസ് ട്രൈ ചെയ്യുക എന്നുള്ളത്. ഒരു പരിധിവരെ നിങ്ങൾക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടുമെങ്കിലും കൂടിക്കൂടി വരികയാണ്. ഹോം റെമഡീസ് പലതും മാറി മാറി പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ശരീരത്തിന് ഒരിക്കലും നല്ലതായിട്ടുള്ള കാര്യമല്ല. ഏതൊരു ഹോം റെമഡി ചെയ്യുമ്പോഴും നിശ്ചിത അളവിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായി ശ്രദ്ധിക്കുക. ഒരു പ്രാവശ്യം ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് കരുതി നിർത്തി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് പലതും മാറി മാറി പരീക്ഷിക്കുകയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. നിങ്ങളുടെ മുഖത്ത് മുഖക്കുരു കണ്ടാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇതിന് കാരണമായിട്ടുള്ള എന്തെങ്കിലും രോഗമുണ്ടോ എന്ന് ചിന്തിക്കുക. ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്താനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. മറ്റു രോഗങ്ങളൊന്നും ഇല്ലാതെയാണ് നിങ്ങൾക്ക് മുഖക്കുരു വന്നെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള എന്തെങ്കിലും ചേഞ്ച് കൊണ്ടാവാം. അത് ഹോം റെമഡീസ് ട്രൈ ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. ഇനി നിങ്ങളുടെ മുഖക്കുരു വന്ന് നിങ്ങൾ ശ്രദ്ധിക്കാതെ ഇത് ഒരുപാട് മോശാവസ്ഥയിലായി പോയെങ്കിൽ ഇതിന് കാരണമായിട്ടുള്ള രോഗങ്ങൾ പരിഹരിക്കുകയും മെഡിസിനിലൂടെ പൂർണ്ണമായി മാറ്റിയെടുക്കാനും ശ്രദ്ധിക്കുക. ഇനി ഇതിന്റെ ചികിത്സാ വിധികളെ കുറിച്ചാണ് പറയുന്നത്. കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും കൃത്യമായി മുടങ്ങാതെ ചെയ്യുന്നതിലൂടെ മാറ്റം കിട്ടാവുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒറ്റമൂലിയാണ് ആദ്യം പറയുന്നത്. റോസ് വാട്ടർ അഥവാ പനിനീരിൽ അരച്ച കസ്തൂരി മഞ്ഞൾ വെയിലത്ത് വെച്ച് ചൂടാക്കി പുരട്ടുന്നത് നിങ്ങൾക്ക് മുഖക്കുരു എത്ര വലിയ പഴക്കമുള്ളതാണെങ്കിലും മാറ്റാൻ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒറ്റമൂലിയാണ്. കുങ്കുമപ്പൂവ് തേങ്ങാപ്പാലിൽ ചാലിച്ച് മുഖത്ത് പുരട്ടുന്നതും നല്ലതാണ്. ആര്യവേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് മുഖം ഇടയ്ക്കിടയ്ക്ക് കഴുകുന്നത് മുഖക്കുരു സബ്സൈഡ് ആവാൻ ഏറ്റവും നല്ലതാണ്. തുളസിയില പിഴിഞ്ഞ് നീരെടുത്ത് മുഖത്ത് പുരട്ടുന്നതും നല്ലതാണ്. ഏതാനും ദിവസം കണ്ടിന്യൂസ് ആയി വേപ്പിലയും പച്ചമഞ്ഞളും ചേർത്തരച്ച് മുഖത്ത് പുരട്ടാവുന്നതാണ്. മരുന്നിലേക്ക് വരികയാണെങ്കിൽ കുങ്കുമാതി ലേപം മുഖത്ത് പുരട്ടുന്നത് മുഖക്കുരു കുറയാൻ ഏറ്റവും നല്ലതാണ്. ഇന്നിവിടെ ഒറ്റമൂലിയായി തന്നെ ഒന്നിലധികം പറഞ്ഞുവെങ്കിലും നിങ്ങൾക്കിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പാക്കുകളായി ഉപയോഗിക്കുമ്പോൾ ഒരു പാക്ക് മാത്രം കണ്ടിന്യൂസ് 7 ദിവസമെങ്കിലും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതിൽ ഫലം കണ്ടില്ലെങ്കിൽ മാത്രമേ അടുത്തതിലേക്ക് പോകാൻ പാടുള്ളൂ. മുഖക്കുരുവിനായി ഒത്തിരി ഹോം റെമഡീസ് അവൈലബിൾ ആണ്. എല്ലാം ഒന്നിച്ച് പരീക്ഷിക്കാതെ ഒരാഴ്ചയെങ്കിലും ട്രൈ ചെയ്ത് മാറ്റമില്ല എങ്കിൽ മാത്രം അടുത്തതിലേക്ക് പോകാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ഇതൊന്നും പരീക്ഷിക്കാനുള്ള സമയമില്ല, ഈ പറഞ്ഞ സാധനങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം അധികം സൈഡ് എഫക്ട്സ് ഇല്ലാത്ത ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓയിൽമെന്റ് ഞാൻ സജസ്റ്റ് ചെയ്യാം. ഈ കാണിച്ചിട്ടുള്ള ഓയിൽമെന്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ക്ലിൻമി സ്കിൻ എന്നാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ പേര്. ഇതൊരു മെഡിസിനൽ പ്രോഡക്റ്റ് ആണ്. മുഖക്കുരു വളരെ പെട്ടെന്ന് തന്നെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ്. ഹോം റെമഡീസ് ട്രൈ ചെയ്യാൻ മടിയുള്ളവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. രാത്രി കിടക്കാൻ നേരം മുഖക്കുരുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുറഞ്ഞു വരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് മുഖക്കുരുവിനെ കുറിച്ച് പറയാനുള്ളത്. ഇതുമായി റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കൺസൾട്ടേഷനോ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.